വെൽക്കം ബാക്ക് ടു മറ്റൊരു പുതിയ വീഡിയോ. ഇതിൽ നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് 8 മുതൽ 13 വരെ ഉണ്ടാവും കേട്ടോ. പാർട്ട് 1 കാണാത്തവരെ പോയിട്ട് പാർട്ട് 1 കാണണേ. അതിൽ ക്വസ്റ്റ്യൻസ് 1 മുതൽ 7 വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. 8ാമത്തെ ചോദ്യം, വൈ ഈസ് ദ നറേറ്റർ ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ്സ്? ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ. എന്തുകൊണ്ടായിരുന്നു ഈ ക്രോസ് റോഡിൽ, അതായത് ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നറേറ്റർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരുന്നത്? ആൻസർ നോക്കാം നമുക്ക്. ദ നറേറ്റർ ഈസ് ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ദ റോഡ് ഇസ് ഫുൾ ഓഫ് ഫാസ്റ്റ് മൂവിങ് കാർസ് ആൻഡ് ഹി കനോട്ട് ക്രോസ് ടു ഗോ ഹോം. തൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ ക്രോസ് റോഡിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ ഈ വേഗത്തിൽ വരുന്ന കാറുകളൊന്നും നിർത്തി കൊടുക്കുന്നില്ല. ദ ട്രാഫിക് ഡസ് നോട്ട് സ്റ്റോപ്പ്. ഭയങ്കര ഹ്യൂജ് ട്രാഫിക്ക് ആൻഡ് നോ വൺ ഹെൽപ്സ് ഹിം. ആരുമില്ല സഹായിക്കാനായിട്ട്. വിച്ച് മേക്സ് ഹിം ഫീൽ ഹെൽപ്ലെസ് ആൻഡ് സ്റ്റക്ക്. അങ്ങനെ ഹെൽപ്ലെസ്സും സ്റ്റക്കുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ദ നറേറ്റർ ഇസ് ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ്. 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൂ ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ നറേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്? ആരാണ് നറേറ്ററിനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? എ യങ് ബോയ് ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ നറേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്. ഒരു യങ് ബോയ് ആണ് സഹായിക്കുന്നത്. ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു അയണിങ് ഷോപ്പിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി വന്നിട്ടാണ് സഹായിക്കുന്നത് എന്നുള്ളത്. ഇതിൽ തന്നെയുള്ള 2ാമത്തെ ഭാഗം, ഹൗ ഡസ് ഹി അഡ്രസ് ദ നറേറ്റർ? നറേറ്ററിനെ എന്ത് പറഞ്ഞാണ് വിളിക്കുന്നത്? ഗ്രാൻഡ് പ. ഹി കോൾസ് ദ നറേറ്റർ ഗ്രാൻഡ് പ. ഗ്രാൻഡ് പ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. 3ാമത്തെ ഭാഗം നോക്കാം. വൈ ഡസ് ഹി അഡ്രസ് ഹിം സോ? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് പ എന്ന് വിളിക്കുന്നത്? കാരണം നമുക്കറിയാവുന്ന നറേറ്റർ ഇപ്പോഴും യങ് ബോയ് ആണ് അല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹീ സേസ് ദിസ് അല്ലെങ്കിൽ ഹീ കോൾസ് ബിക്കോസ് ദ നറേറ്റർ ഹാസ് ബിക്കം ആൻ ഓൾഡ് മാൻ ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. സ്റ്റോറി അവസാനിച്ചപ്പോൾ നമ്മുടെ നറേറ്റർ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ദിസ് ഹോൾ സ്റ്റോറി ഈസ് അബൌട്ട് എന്താ പറയുക, ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. 10ാമത്തെ ചോദ്യം, ഡസ് ദ സ്റ്റോറി കൺവേ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്? ഈ സെക്കൻഡ് ചൈൽഡ്ഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓൾഡ് ഏജ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ പ്രായമാകുമ്പോഴത്തേക്കുമാണ് ജനിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജസ്, അതേപോലെ പ്രായമാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഹെൽപ്പ് ഭയങ്കരമായിട്ട് വേണ്ടത്. ഈ 2 ഫേസസിലും നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ഈ സ്കൂൾ ബോയ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? അച്ഛൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ആൺകുട്ടീനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ സ്കൂളിൻ്റെ വാതിൽ കയറുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി മുതൽ നീ ഒറ്റയ്ക്കാണ് ഇത് ഫേസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ പറയുന്ന ക്രോസ് റോഡിൽ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടെയും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുകയാണ്. ആരുടെയെങ്കിലും സഹായമില്ലാണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ. ഓൾഡ് ഏജിലും അങ്ങനെയാണ്. നമ്മൾ ആ ജനിക്കുന്ന ഒരു സ്റ്റേജിലും അങ്ങനെ തന്നെയാണ്. ഒരു ഓൾഡ് ഏജ് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ആരുടെയെങ്കിലും സഹായമൊക്കെ വേണ്ടി വരും. അതുതന്നെയാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അടുത്ത ചൈൽഡ്ഹുഡിലേക്കുള്ളൊരു ട്രാൻസിഷനാണ്, ആ ഒരു പാസേജ് ഓഫ് ടൈമാണോ കാണിച്ചിരിക്കുന്നതെന്ന്. ഈ സെക്കൻഡ് ചൈൽഡ്ഹുഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഓൾഡ് ഏജ് ടൈമാണ് കേട്ടോ. അറ്റ് ദ സ്റ്റാർട്ട് ദ നറേറ്റർ ഇസ് എ യങ് ബോയ് ഗോയിങ് ടു സ്കൂൾ. അതെല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റാണ്. അറ്റ് ദ എൻഡ് ഹീ ഈസ് ഓൾഡ് ആൻഡ് നീഡ്സ് ഹെൽപ്പ് ടു ക്രോസ് ദ റോഡ്. ദിസ് ഷോസ് ഹൗ ദ സ്റ്റോറി കവേഴ്സ് ഹിസ് ഹോൾ ലൈഫ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫാണ്. ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. ഒരാളുടെ ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങി അയാളുടെ ഓൾഡ് ഏജിൽ വരെ എത്തി നിൽക്കുകയാണ്. ഈ ചൈൽഡ്ഹുഡിലും ആ കൊച്ച് ഡിപ്പെൻഡൻ്റ് ആണ്, എന്നുവെച്ചാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അത് സ്വന്തം അച്ഛനെയായിരുന്നു. ഈ ഓൾഡ് ഏജിലും ഡിപ്പെൻഡൻ്റ് ആണ്. അതിൽ ഒരു യങ് ബോയ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് മൊത്തത്തിലൊരു ദിവസത്തിൽ കാണിച്ചിരിക്കുകയാണ്. അത്ര ഫാസ്റ്റാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ് റെപ്രസെൻറ്റ് ദ നറേറ്റേഴ്സ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നറേറ്റർ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചുറ്റുപാടിനെ കുറിച്ചിട്ട്. ചാപ്റ്റർ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഒരു സൈഡ് ഫുള്ള് ഗാർബേജും വേറൊരു സൈഡിൽ ഇവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്നിട്ട് ആ പറയുന്ന ഫയർ എൻജിൻ്റെ സൈറനും, വേറൊരു സൈഡിലൊരു ടാക്സി ഡ്രൈവർ പാസഞ്ചറായിട്ട് തല്ലുണ്ടാക്കുന്നതും അയാളുടെ വൈഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട് കിടന്ന് നിലവിളിക്കുന്നതും അവരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതും, പിന്നെ സ്ട്രീറ്റ്സ് ഫുള്ള് ടോൾ ബിൽഡിങ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും, ഇത്തരം കാഴ്ചകളാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന നറേറ്റർ കാണാനായിട്ട് ഇടയാകുന്നത്. ഇത് കാണുമ്പോൾ നറേറ്ററിന് ആകെ കിളി പോകും. അതാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് കൺഫ്യൂഷൻ ഉണ്ടാകും.
എങ്ങനെയാണ് ഇത് കണക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ തുടക്കത്തിലെ ലാൻഡ്സ്കേപ്പ് അല്ല കഥ അവസാനിക്കുമ്പോൾ ഉള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചുറ്റുപാടും. അപ്പോൾ എങ്ങനെയാണ് അത് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ നറേറ്ററിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഇമോഷൻസിനെയും ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിനെ എങ്ങനെയാണ് കണക്റ്റഡ് ആക്കിയേക്കുന്നതെന്ന്. കഥ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് നറേറ്ററിൻ്റെ ഇമോഷൻസ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, എല്ലാം നെഗറ്റീവാണ്. സോ അതേ കണക്ക് തന്നെയാണ് ലാൻഡ്സ്കേപ്പും ഫുള്ളും നെഗറ്റീവാണ് കാണുന്ന കാര്യങ്ങളെല്ലാം. ഒരു സൈഡിൽ എവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് നടക്കുന്നു, വേറൊരു സൈഡിൽ ഒരാൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് കിടന്ന് കരയുന്നു, ഫുൾ നെഗറ്റീവ്. എങ്ങനെയാണ് ഈ ലാൻഡ്സ്കേപ്പും നമ്മുടെ നറേറ്ററിൻ്റെ ചിന്തകളെയും തമ്മിൽ കണക്റ്റഡ് ആക്കിയേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സിമ്പിളാണ്, ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് എൻ്റെ ഉത്തരം. വെൻ ദ നറേറ്റർ കംസ് ഔട്ട് ഓഫ് സ്കൂൾ എവറിത്തിങ് ലുക്സ് ഡിഫറെൻറ്റ്. ആദ്യത്തെ കാഴ്ചയല്ല പിന്നെ കാണുന്നത്. ദ ബിൽഡിങ്സ്, പീപ്പിൾ, സ്ട്രീറ്റ്സ് ഹാവ് ചേഞ്ച്ഡ്. നേരത്തെ കണ്ട ആൾക്കാരൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പീപ്പിൾ, അതേപോലെ ടോൾ ബിൽഡിങ്സ്, സ്ട്രീറ്റ് മൊത്തത്തിലേ മാറിക്കഴിഞ്ഞു. ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ പ്ലേസ് എന്ന് വെച്ചാൽ സ്ഥലം തിരിച്ചറിയാത്ത തരത്തിൽ സ്ഥലം മാറിയേക്കുന്നു. ദിസ് ഷോസ് ദാറ്റ് എ ലോട്ട് ഓഫ് ടൈം ഹാസ് പാസ്ഡ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയെടുക്കേണ്ടത്? ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ പോയപ്പോൾ കണ്ട കാഴ്ചയല്ല ഇപ്പോൾ കാണുന്ന കാഴ്ച. നത്തിങ് ഈസ് ദ സെയിം, ഒന്നും സെയിം അല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് ഇരിക്കുന്നത്. സോ രണ്ടും കണക്റ്റഡ് ആണ്. ബാക്ക്ഗ്രൗണ്ടും മൊത്തത്തിൽ നെഗറ്റീവാണ്, നറേറ്ററിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഇമോഷൻസും നെഗറ്റീവാണ്, കൺഫ്യൂസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് നിൽക്കുന്നത്. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്ഥലകാല ബോധമില്ലാണ്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ഏത് സ്ഥലത്താണ് ഏത് കാലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നൊരു ബോധം ഉണ്ടായില്ല. 12ാമത്തെ ചോദ്യം, ദർ ഇസ് നോ റെഫറൻസ് ടു ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ഓർ ദ പ്ലേസ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിനകത്ത് ക്യാരക്ടറിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. നറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറഞ്ഞു തരുന്ന ഒരാളിനെയാണ് നമ്മൾ നറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് റീസൺ. ദ റൈറ്റർ ഡസ് നോട്ട് ഗിവ് എ നെയിം ഓർ പ്ലേസ് ബിക്കോസ് ദ സ്റ്റോറി ഈസ് അബൌട്ട് എവ്രി വൺസ് ലൈഫ്. കാരണം ഇതൊരാളുടെ കഥയല്ല, ഇതെല്ലാവരുടെയും കഥയാണ്, എല്ലാവരുടെയും ജീവിതമാണ്. ഇറ്റ് ഷോസ് ഹൗ വി ഓൾ ഗ്രോ അപ്പ്, ഗോ ത്രൂ ലൈഫ് ആൻഡ് ഗ്രോ ഓൾഡ്. ഒരാളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഒരാളുടെ ഓൾഡ് ഏജിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ചാപ്റ്റർ മുഴുവൻ കാണിക്കുന്നത്. നമ്മളുടെ ആ ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്. നമ്മുടെ ലൈഫിലൂടെ പോകുന്ന പല സ്റ്റേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇറ്റ് മേക്സ് ദ സ്റ്റോറി ഫീൽ മോർ ജനറൽ ആൻഡ് യൂണിവേഴ്സൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏതൊരാൾക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലിരിക്കുന്ന ഒരാൾക്കും അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്കും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് കൊടുത്ത് അവിടെ പേഴ്സണലായിട്ടൊരു ടച്ച് കൊടുക്കാനത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 13ാമത്തെ. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ നറേറ്റർ ഹോൾഡിങ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്. അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ടുള്ളൊരു തുടക്കമാണ് നമ്മൾ സ്റ്റോറിയിൽ കാണുന്നത്. ഇറ്റ് എൻഡ്സ് വിത്ത് ഹിം ബീങ് ഹെൽപ്ഡ് ബൈ എ യങ് ബോയ്. എന്നിട്ട് ലാസ്റ്റ് ഒരു പയ്യൻ്റെ ഹെൽപ്പോട് കൂടി കൈപിടിച്ച് നിൽക്കുന്ന ഒരാളെയാണ് ലാസ്റ്റ് കാണിക്കുന്നത് അല്ലേ, നറേറ്ററിനെ. വാട്ട് ഡു ദീസ് ആക്ഷൻസ് ഷോ? ഇസ് ദ നറേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻസ്? ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ രണ്ട് സിറ്റുവേഷനിലും നറേറ്റർ ഹാപ്പി ആണോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. ദീസ് ആക്ഷൻസ് ഷോ ദ സർക്കിൾ ഓഫ് ലൈഫ്. ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെയിനാണ്, ഒരു സർക്കിളാണ്. അറ്റ് ദ ബിഗിനിങ് ദ നറേറ്റർ ഇസ് എ ചൈൽഡ് ഹു നീഡ്സ് ഹെൽപ്പ്. തുടക്കത്തിലും നമ്മുടെ നറേറ്ററിന് ഹെൽപ്പ് വേണമായിരുന്നു. അറ്റ് ദ എൻഡ് ഹീ ഈസ് ഓൾഡ് ആൻഡ് നീഡ്സ് ഹെൽപ്പ് എഗെയിൻ. അവസാനവും ഹെൽപ്പ് വേണം. അതായത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതിൻ്റെ നടുക്കത്തെ ഒരു ഫേസിലാണ് എന്ത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ലൈഫ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് നീഡിങ് കെയർ. ലൈഫ് തുടങ്ങുമ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരാളുടെ കെയർ വേണം. ലൈഫ് അവസാനിക്കുമ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരാളുടെ കെയർ വേണം. ഹീ ഈസ് നോട്ട് ഹാപ്പി അറ്റ് ദ എൻഡ്. ഹീ ഈസ് കൺഫ്യൂസ്ഡ്, ടയേർഡ് ആണ്, സർപ്രൈസ്ഡ് ആണ് ദാറ്റ് ലൈഫ് പാസ്ഡ് സോ ക്വിക്ക്ലി. എന്നുവെച്ചാൽ ഹാഫ് എ ഡേ എടുത്തുള്ളൂ, ഒരു ഫുൾ ഡേ പോലും അല്ല, പകുതി ദിവസത്തിനുള്ളിൽ ലൈഫ് കഴിഞ്ഞു. അതാ പറയുന്നത് ലൈഫ് ഈസ് വെരി ഷോർട്ട് അല്ലേ. ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർ കറക്റ്റ് ടൈമിന് ചെയ്ത് തീർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. സോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ പാഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നാളെ നീളെ എന്ന് വെക്കാണ്ട് പോയി സാധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമുക്കിനി അടുത്ത ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.